ഭക്തിയുടെ നിറവിൽ അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി കണ്ടത്തിൽ ഞാറുനടി. ഭഗവതിക്ക് ഒരു ഞാറ്റുമുടിയെങ്കിലും സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ഭക്തരാണ് രാവിലെ മുതൽ പാടത്തേക്കെത്തിയത്. രാവിലെ 9:30 പന്തീരടി പൂജകൾക്ക് ശേഷം നടന്ന ചടങ്ങിൽ കൃഷി നടത്തിപ്പുകാരായ കളത്തും ചാളയ്ക്കൽ കുടുംബത്തിലെ മുതിർന്ന കർഷകൻ അയ്യപ്പൻ നിലവിളക്ക് കൊളുത്തി ഇളനീർ വെട്ടിയാടി. തുടർന്ന് ആദ്യത്തെ ഞാറ്റുമുടി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാലിന് കൈമാറി. എക്സിക്യൂട്ടീവ് ഓഫീസർ ഞാറ്റുമുടി കണ്ടത്തിൽ ഇറക്കി വെച്ചതോടെ ഞാറുനടീൽ യജ്ഞത്തിന് ഔദ്യോഗികമായി തുടക്കമായി. പാടവരമ്പത്ത് കാത്തുനിന്നിരുന്ന ഭക്തർ പാടത്തിറങ്ങി ഞാറുനട്ടു. അസിസ്റ്റന്റ് മാനേജർ AN ശിവപ്രസാദും ദേവസ്വം ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഞാറുനടീലിനു ശേഷം ഭക്തർ പാറക്കടവിൽ കാലുകൾ ശുദ്ധിയാക്കി ദേവി ദർശനം നടത്തി പ്രസാദഊട്ടിലും പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത്. അതായത് ഒരു ദിവസം കൊണ്ട് നട്ട് കഴിയാന്നുണ്ടെങ്കിൽ, കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാരണം ഇത്തരം ഒരു പരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം 4:30 മണീൻ്റെ പൂജ കഴിഞ്ഞതിന് ശേഷം, കാരണം 4:30 മണി കഴിയുമ്പോഴേക്കും ഇവിടുന്ന് കണ്ടത്തുനിന്ന് കയറി പോകണം എന്നുള്ളൊരു ഭഗവതീൻ്റെ കണ്ടാവുണ്ട്. കാരണം പൂജ അവിടെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പൂജ നടിയിൽ കഴിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 4:30 മണിക്കൊന്ന് പൂജ നടിയിൽ കഴിക്കണം എന്നുള്ളൊരു ഐതിഹ്യമാണിത് ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിലും കാരണം നല്ല ആളുകൾ ഇതിന് വന്നിരുന്നു. കാരണം ഇതൊരു ഈ 4:30 മണി കഴിയുമ്പോഴേക്കും ഇത് നടിയിൽ കഴിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പന്തീരടി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടാൻ പാടില്ല എന്നുള്ളതാണ് ഐതിഹ്യം. വടക്കേ നടക്കൽ വെച്ചിട്ട് ഒരു ചവിട്ടുകളി നടക്കുന്നുണ്ട്. യജ്ഞം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ ഭക്തർ 10 നടയ്ക്കു താഴെ ചവിട്ടുകളി നടത്തി. ഭഗവതിക്ക് പ്രത്യേകമായി നിവേദിച്ച കൂട്ടുപായസവും പാരിതോഷികങ്ങളും ദേവസ്വം ഭാരവാഹികൾ ഭക്തർക്ക് നൽകി. ഈ പാടത്തെ നെല്ല് മകരത്തിലാണ് കൊയ്തെടുക്കുന്നത്. ക്ഷേത്രത്തിലെ നിത്യനിവേദ്യങ്ങൾക്കായി ഈ അരി ഉപയോഗിക്കും. CCN പെരിന്തൽമണ്ണ.